ഹലോ. ഞാൻ വിചാരിച്ചു ഇന്നൊരു ചെറിയ ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന്. ഇന്ന് എൻ്റെ പ്ലാൻ പ്രകാരം ഒരു ചെറിയ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കണം. അപ്പം അത് ഉണ്ടാക്കാം. കൂടെ നമ്മളുടെ ബാക്കിയുള്ള ഈവനിങ് റുട്ടീൻ എന്താണെന്നും കൂടി കാണാം. പിന്നെ ഇന്ന് ഞാനും വാവി മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാട്ടോ കട്ട്ലറ്റ് ഒക്കെ. ഇല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കുക്ക് ചെയ്യുന്നതിൻ്റെ ബിസി ആയിരിക്കും. അപ്പോൾ തുടങ്ങാം അല്ലേ? അപ്പം നമുക്ക് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ? കുറേ ആയിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം സ്പെഷ്യലായിട്ട് എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത് സ്പെഷ്യലായിട്ട് എന്ന് പറയുമ്പോൾ കട്ട്ലേറ്റാണ് ഞാൻ ഒന്നും കൂടി ബെറ്ററായിട്ട് ഉണ്ടാക്കുക. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഞാനും ഭാവി മാത്രമേ ഉള്ളൂ, ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. വളരെ ഈസിയായ കട്ട്ലേറ്റ് ആട്ടോ. കുറച്ച് എണ്ണയിൽ ഉള്ളി സോട്ട് ചെയ്യുക, അതിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, അത് കഴിഞ്ഞിട്ട് നമ്മളെ പൊട്ടാറ്റോ, ബോയിൽഡ് പൊട്ടാറ്റോ അതൊക്കെ ഒന്ന് മിക്സ് ആക്കുക. അത് കഴിഞ്ഞിട്ട് അതിനുള്ളിൽ കുറച്ച് പൊടികൾ, മഞ്ഞൾപ്പൊടിയും കുറച്ചൊരു മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ആക്കുക. അത് കഴിഞ്ഞിട്ട് ചിക്കൻ വേവിച്ച് വെച്ചതുണ്ടായിരുന്നു, അതൊക്കെ കൂടിയിട്ടൊന്ന് ഷ്രെഡ് ഇങ്ങനെ നല്ലോണം ഒന്ന് പീസ് ആക്കിയിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കുക. പിന്നെ അതിനെ മുട്ടയിൽ അങ്ങ് കുളിപ്പിച്ചെടുക്കുക. പിന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടായിരുന്നു, അതിലും ഒന്ന് കുളിപ്പിച്ച് കിടത്തി കഴിഞ്ഞാൽ നമ്മളുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടില്ല, പക്ഷേ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ എണ്ണ ഒഴിച്ചു. എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞിട്ട് അതൊക്കെ വറുത്തെടുത്തു. ഇത് ഒരു സെറ്റ് ഒരു 5-6 എണ്ണം അല്ലെങ്കിൽ 4-5 ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. എണ്ണ കഴിഞ്ഞു, കുക്കിംഗ് ഓയിൽ കഴിഞ്ഞിരുന്നു. പിന്നെ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ ബാംഗ്ലൂരിൽ ഇപ്പോഴത്തെ തണുപ്പിന് വെളിച്ചെണ്ണയൊക്കെ ഉരുക്കി വരുമ്പോഴത്തേക്ക് സമയമെടുക്കും. അപ്പോൾ ഞാൻ ആ 4-5 മാത്രം നല്ലോണം വന്നത്, പ്രോപ്പറായിട്ട് വന്നത് മാത്രം എടുത്തു വെച്ചിട്ട് ബാക്കി ഉള്ള കുറച്ച് ഓയിൽ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഉരുക്കി അതും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കി. പക്ഷേ ആ ലാസ്റ്റ് സെറ്റ് കൊള്ളായി. ആദ്യത്തെ ആ ഒരു സെറ്റ് മാത്രമേ നല്ലോണം വന്നിട്ടുള്ളൂ. പിന്നെ ലാസ്റ്റ് ഉണ്ടാക്കിയ കട്ട്ലേറ്റിൽ കുറച്ച് ബ്രെഡ് ക്രംസും കുറഞ്ഞു പോയി. സോ അങ്ങനത്തെ കുറച്ച് കുഴപ്പങ്ങളുണ്ടായിരുന്നു, അതല്ലാണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് ഈ പറയുന്നത് ആദ്യത്തെ സെറ്റാണ് ഞാനിങ്ങനെ കോരിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സെറ്റ് 4 എണ്ണം മാത്രമേ ശരിയായിട്ടുള്ളൂ. ബാക്കിയുള്ളത് എണ്ണ കുറഞ്ഞു പോയതുകൊണ്ടും പിന്നെ ചിലത് ബ്രെഡ് ക്രംസ് കുറഞ്ഞു പോയതുകൊണ്ടും കുറച്ചൊരു ശരിയായിട്ടില്ലായിരുന്നു. ഞാനില്ലാത്ത മോൾക്കും കൂടി കഴിക്കുന്നതുകൊണ്ട് മുളക് ഇട്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾ ഒരു 3 എണ്ണാറ്റം കഴിച്ചു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകി വെച്ചിരുന്നു. ഞാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ നടുക്കുന്ന കഴുകി വെക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എൻ്റെ ആകുമ്പോഴത്തേക്ക് കുറേ പാത്രങ്ങളുണ്ടാവും. പക്ഷേ എങ്കിൽ അവസാനം 2-3 പാത്രം ഉള്ളതും കൂടി ഞാൻ കഴുകി വെച്ചിട്ട് നമ്മളുടെ ശരിക്കുള്ള ഈവനിങ് റൂട്ടീനിലേക്ക് ഞാൻ കടന്നു. വിച്ച് ഇസ് അവളെയും കൊണ്ട് പാർക്കിൽ പോകൽ. ഒരു 5:30-6 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ പാർക്കിൽ പോകും. പാർക്കിൽ പോയിട്ട് ഒരു മണിക്കൂർ അവിടെ കളിക്കും. പാർക്കിൽ പോയി തിരിച്ചെത്തിയാലാട്ടോ നമ്മളെ ശരിക്കുള്ള യുദ്ധം തുടങ്ങുന്നത്. ഭക്ഷണം കഴിക്കാനൊരു യുദ്ധം, അവളെ മേല് കഴിപ്പിക്കാനൊരു യുദ്ധം, പിന്നെ അങ്ങനെ തന്നെ സമയം മൊത്തം പോകും. അച്ചടാ, താങ്ക് യു. എവിടെയൊക്കെ അവിടെയാ സ്ഥലമുള്ള? സൂപ്പർ. ഇനി എന്താ നമ്മൾ ചെയ്യാ? അച്ഛനോ? അതല്ലാണ്ട് എന്താ ചെയ്യാ? സോ അവളെ ഞാൻ മേല് കഴിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനും ഒന്ന് മേല് കഴുകി. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു പ്രഹസനാട്ടോ എൻ്റെ സ്കിൻ കെയർ റൂട്ടീനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ടാസ്ക്കാണ് മോൾക്ക് ഭക്ഷണം കൊടുക്കൽ. അതൊരു അരമണിക്കൂറോളം എൻ്റെ സമയം പോക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ഈ കോട്ട് സെറ്റില്ലേ, അത് ഞാൻ ശരിക്കും 1 വർഷം മുന്നേ ഞാൻ സിഡ്നിയിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് മേടിച്ചതാണ്. അവിടെ തണുപ്പാണല്ലോ, അവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് അവിടെ ഇടാലോ എന്ന് വിചാരിച്ച് മേടിച്ചതാണ്. പിന്നെ ഒരു 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഈ ലോഡൊക്കെ ഞാൻ തിരിച്ച് ഇങ്ങോട്ടേക്കും കൊണ്ടുവന്നു. പിന്നെ ഞാൻ കുറേ ആലോചിച്ചു, ഇനി ഈ ഡ്രസ്സ് എന്തിനാ? ഇന്ത്യയിൽ അത്ര വലിയ ക്ലൈമറ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇനി ഈ ഡ്രസ്സൊക്കെ എന്തിനാ കളയേണ്ട വരുമോ, അല്ലെങ്കിൽ എപ്പോൾ ഇടും എന്ന് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് നമ്മളെ ബാംഗ്ലൂരിൽ ഒരിക്കലും ഇല്ലാത്ത തണുപ്പ്. മോൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത പണി എന്ന് പറയുന്നത് ദോശമാവ് അരക്കലാട്ടോ. ദോശമാവില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് നമുക്ക്. പിന്നെ ഞാൻ അടുത്ത ദിവസത്തേക്കുള്ള ആവശ്യമുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ച് പിന്നെ നമ്മൾ ഉറങ്ങാൻ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.